വിവാദ തീരുമാനം തിരുത്തി ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ആനകൾക്ക് കുറി തൊടിയിക്കരുതെന്ന നിർദ്ദേശം ദേവസ്വം ഭരണസമിതി തിരുത്തി. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ തീരുമാനം ദേവസ്വം ഭരണസമിതി റദ്ദു ചെയ്തു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ജനം ഇംപാക്ട് ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ് പറയൂ. എന്നാൽ രോഹിണി, ഇത്തരത്തിലുള്ള ഒരു തീരുമാനം, അതായത് ഈ ആനകൾക്ക് കുറിയിടാൻ രാത്രികളിൽ കുറിയിടണ്ട എന്നുള്ള ഒരു തീരുമാനം, വിവാദ സർക്കുലർ പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ദേവസ്വം എത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളെ കുറി തൊടിയിക്കാം, അതിന് കളഭം, ചന്ദനം എന്നിവ ഉപയോഗിക്കണമെന്നാണ് ഇപ്പോൾ ദേവസ്വം തീരുമാനം. കുങ്കുമം എന്നിവ ഉപയോഗിച്ചുകൊണ്ടും കുറി തൊടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ വളരെ വിവാദമായതാണ്, പ്രത്യേകിച്ച് ഈ രാത്രി വിളക്കിനും ചീവേലിക്കും എല്ലാം കൊണ്ടുവരുന്ന ആനകൾക്ക് ഇനി കുറി തൊടിയിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇത്തരത്തിൽ എടുത്തിരുന്നു. അത് പാപ്പാന്മാർക്ക് സർക്കുലറായി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, ഈ കുറി തൊടുമ്പോൾ ഈ നെറ്റിപ്പട്ടത്തിലെ തുണി ദ്രവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ നെറ്റിപ്പട്ടത്തിന് കേടുവരുന്നതായും ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പാപ്പാന്മാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സർക്കുലറായി അത് കൊടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും. പൊതുവെ ഈ പൂരപ്രേമികളുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള ആന ഉടമ സംഘങ്ങളുടെയും എല്ലാ ഭാഗത്തുണ്ടായിട്ടുള്ളത് ജനതയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ഈ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു സർക്കുലർ ദേവസ്വം ഭരണസമിതി റദ്ദാക്കിയിരിക്കുകയാണ്. ആനയ്ക്ക് കുറി തൊടാം, ക്ഷേത്രത്തിലെ ചന്ദനം, കളഭം, കുങ്കുമം എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറികൾ തൊടാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ദേവസ്വം എത്തിയിരിക്കുന്നു. നേരത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ നെറ്റിപ്പട്ടം കേടുവന്നു കഴിഞ്ഞാൽ ആ കേടുവന്ന നെറ്റിപ്പട്ടം നന്നാക്കുന്നതിനായി 10,000 മുതൽ 20,000 രൂപ വരെ ചെലവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ, അല്ലെങ്കിൽ സർക്കുലർ ഇറക്കുന്നതിലേക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എത്തിയിരുന്നത്. എന്തായാലും വാർത്തകളെ തുടർന്ന് ഇപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ഭരണസമിതി പിന്നോട്ട് പോയിരിക്കുകയാണ്. രോഹിണി. ശരി, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.